ഹാൽ സിനിമയെ എതിർത്ത് ഹൈക്കോടതിയിൽ RSS ഹർജി നൽകി. നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ കക്ഷി ചേരാനാണ് RSS അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഹാൽ ദേശവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്ന സിനിമയാണെന്നാണ് ഹർജിയിലെ ആരോപണം. മതസാമുദായിക ഐക്യം തകർക്കുന്ന ഉള്ളടക്കമാണ് സിനിമയുടേതെന്നും RSS ആരോപിക്കുന്നു. ഹാൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് അണിയറ പ്രവർത്തകർ സമർപ്പിച്ച ഹർജി കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഹർജിയിൽ കക്ഷി ചേരുന്നതിനായി RSS അപേക്ഷ നൽകിയത്. ഹാൽ ദേശവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്ന സിനിമയാണെന്നാണ് ഹർജിയിലെ RSS ആരോപണം. മതസാമുദായിക ഐക്യം തകർക്കുന്ന ഉള്ളടക്കമാണ് സിനിമയുടേതെന്ന് RSS ആരോപിക്കുന്നു. സിനിമയെന്ന കലാരൂപത്തെ ചിലർ ദുരുപയോഗിക്കുകയായിരുന്നു. സിനിമയിൽ RSSനെ മോശമായി ചിത്രീകരിക്കുന്നു. കലാപവും കൊള്ളയും നടത്തുന്ന സംഘടനയായാണ് സിനിമയിൽ RSSനെ അവതരിപ്പിക്കുന്നത്. RSSനെ പിന്തുണയ്ക്കുന്നവരുടെ വികാരത്തെ ഹനിക്കുന്നതാണിത്. ഇത്തരമൊരു സിനിമയുടെ പ്രദർശനം തടയേണ്ടത് സെൻസർ ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് സെൻസർ ബോർഡ് നിർവഹിച്ചതെന്നാണ് കക്ഷിചേരൽ ഹർജിയിൽ RSS വാദം. സിനിമയ്ക്കൊരു കാരണവശാലും പ്രദർശനാനുമതി നൽകരുതെന്ന് ഹർജിയിൽ RSS ആവശ്യപ്പെടുന്നു. നേരത്തെ നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിച്ച കോടതി സിനിമ നേരിൽ കണ്ട് വിലയിരുത്തിയിരുന്നു. പ്രദർശനാനുമതി നിഷേധിക്കുന്നതിന് സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കുന്നതിനായാണ് ജസ്റ്റിസ് VG അരുൺ കഴിഞ്ഞ ദിവസം കാക്കനാട് സ്റ്റുഡിയോയിലെത്തി സിനിമ നേരിട്ട് കണ്ടത്. വിഷയത്തിൽ കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് RSS കേസിൽ കക്ഷി ചേരാനെത്തിയിരിക്കുന്നത്. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം നീക്കണം, സംഘം കാവലുണ്ട്, ധ്വജപ്രണാമം തുടങ്ങിയ വാക്കുകൾ വെട്ടിമാറ്റണം തുടങ്ങി 19 നിബന്ധനകളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.